പെൺകുട്ടിയെ ഉപദ്രവിച്ച പരാതി രാഹുലിനെതിരെയാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. പക്ഷെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് സന്ദീപ് വാര്യർ അകത്തേക്ക് പോകുന്നു. അതെങ്ങനെയാണ് ശരിയാകുന്നത്? സന്ദീപ് വാര്യർ ഇപ്പം ഇതിൻ്റെ കസ്റ്റോഡിയൻ. അത് ശരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് വന്നതിന് ശേഷം എനിക്കൊന്ന് KPCC പ്രസിഡന്റ് അപ്പുറമുള്ള ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അത്ര ഏത് വിഷയത്തിനകത്തും പുള്ളി അഭിപ്രായം പറയും. ഈ വിഷയത്തിനകത്ത് പുള്ളിയുടെ അഭിപ്രായം പറയുന്നതിനകത്ത് പുള്ളിക്ക് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. പുള്ളി ഉദ്ദേശങ്ങളുള്ള മനുഷ്യനാണ്. നമ്മൾ ലക്ഷ്യമുള്ള ആളായതുകൊണ്ടാണല്ലോ പാലക്കാട് എന്നൊരു കസേരയുടെ പേരും പറഞ്ഞ് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ മറ്റു പലയിടത്തും സമീപിച്ചെന്ന് നമുക്ക് പിന്നെ വാർത്ത വരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ കുറേ നാൾ മാറിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് ഇത്ര തരാമോ. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇയാൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് ഇത്രയും തന്നെടുക്കാനില്ല എന്ന് പറഞ്ഞ് പിന്നെ ബാംഗ്ലൂരിൽ പോകുന്നു. അവിടെ വെച്ചാണ്ട് ചർച്ച നടക്കുന്നു. ഇദ്ദേഹം അകത്ത് വരുന്നു. ഇദ്ദേഹം പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഇദ്ദേഹത്തിന്റെ സംസാരവും ശൈലിയൊക്കെ ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കണ്ടതാണല്ലോ. പുള്ളിയുടെ സംസാരം ചില മതമൗലികവാദികളുടെ സംസാരം ഒക്കെ ആയിട്ട് തൊല്ലം ചെയ്യുമ്പോൾ ആർക്കോ വേണ്ടി സംസാരിക്കുന്നു. പാർട്ടി മാറാൻ ആർക്കും നമ്മൾ പറഞ്ഞതുപോലെ അധികാരമുണ്ട്. അതാ പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിലല്ല എനിക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഐഡിയോളജിയും അല്ലെങ്കിൽ ശൈലിയും ഒന്നും ഞാൻ പുറത്തു നിന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല, അല്ലെ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് എനിക്ക് ആ പാർട്ടിക്കകത്ത് പറ്റത്തില്ല, വേറെ പാർട്ടിക്കകത്ത് പോകും. അങ്ങനെ എത്രയോ പേര് പാർട്ടി മാറിയിരിക്കുന്നു, എത്രയോ പേര് പോയിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നലെ വരെ ഒരു പാർട്ടിക്കകത്ത് നിന്നു അതുവരെ സംസാരിച്ചൊക്കെ റേഡിയോയിൽ നമ്മൾ സ്റ്റേഷൻ മാറ്റുന്ന പോലെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് മോദി എവിടെ അല്ലെങ്കിൽ BJP എവിടെ മറ്റേവിടെ മറിച്ച് അതിനകത്ത് നേതാക്കന്മാരെ മൊത്തം പറയുമ്പോൾ ഇത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ഇദ്ദേഹം ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിനകത്ത് നിന്ന് ഇദ്ദേഹത്തിന് ഉദ്ദേശം അവിടെ നിന്ന് കിട്ടാത്ത സീറ്റ് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഏതാണ്ട് അതിനെ ധാരണപ്പുറത്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുവന്നവരും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് പറയിച്ചവരും ഇദ്ദേഹത്തെ കൊണ്ട് ജോലി എടുപ്പിച്ചവരും ഒക്കെ കാണുമല്ലോ. അപ്പൊ അത് വാഗ്ദാനങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ലെ ചുമ്മാ ഒരാൾ കുത്തിയിരുന്ന് വലിയൊരു പ്രസ്ഥാനത്തിനെതിരെയും അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള കാര്യമൊന്നും പറയുന്ന ഒരവസ്ഥയില്ല. ഇതിനകത്ത് കാര്യം പറച്ചിലിനകത്തും ഇദ്ദേഹത്തിന്റെ പിറകിലാരോ ഉണ്ട്. മാങ്കൂട്ടത്തിന്റെ വിഷയം മാർക്സിസ്റ്റ് പാർട്ടി ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വലുതായിട്ട് ഏറ്റെടുത്ത് നിൽക്കുന്നില്ല. കേസ് വന്നാൽ പോലീസ് അന്വേഷിച്ചല്ലോ, സ്വാഭാവികമോ. കാരണം പെൺകുട്ടി പരാതി നേരിട്ട് കൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതാ. മനസ്സിലാവുന്നുണ്ട്. BJPക്ക് അകത്തും പാലക്കാട്ടം കണ്ടൊരു പ്രശാന്ത് കിടന്ന് ചാടുന്നില്ല. BJP ഇത് വലിയ കാര്യമായിട്ടൊന്നും ഏറ്റെടുത്തില്ല. പിന്നെ ഈ വിഷയം ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്നാരാ? രാജ്മോഹൻ താൻ വന്ന് കിടന്നപ്പോൾ കാര്യം പറയുന്നു, എനിക്കെതിരെ സൈബർ ആക്രമണം അതാരാന്ന് എനിക്കറിയാം, ഞാൻ ഇവന്റെ കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പൊ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു വലിയ യുദ്ധം, അതിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നം പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന നമ്മൾ കണ്ടതാ. അതിനകത്തും ഉമ്മൻചാണ്ടിക്കെതിരെ അവസാനം എനിക്കറിയാം CPM-നകത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പീഡനം CPM ചർച്ച ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അറിയാവോ? പീഡനം ചർച്ച ചെയ്താൽ അത് ഉമ്മൻചാണ്ടിയെ അങ്ങനെ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്ന് ആരും വിശ്വസിക്കത്തില്ല എന്ന് CPM കണ്ടെത്തി. CPM നിർത്തി. നിങ്ങൾക്ക് അറിയാമേതുകൊണ്ടാ ആ സമയത്ത് ഇലക്ഷൻ അതുവരെ നടന്നിരുന്ന കാരണം ഇനി ഉമ്മൻചാണ്ടിയുടെ പരാതി ഒരിടത്തും CPM ഉന്നയിക്കേണ്ടെന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിന്നേ ഓർമ്മയുണ്ട്. അപ്പൊ അത് അന്ന് കൊണ്ടുവന്നേരാന്നൊക്കെ അറിയാമല്ലോ. പ്രധാനപ്പെട്ട ചില പ്രതിപക്ഷ അല്ലെങ്കിൽ നേതാവായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരാ. അപ്പൊ കൊണ്ടുവന്ന് അവരാ വേറെ ആരും അതിന്റെ പുറകിൽ അവർക്ക് ദോഷം വരുമെന്ന് കണ്ടപ്പോൾ നിർത്തി. ഇപ്പൊ ഇതിന്റെ പുറകിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചില്ല അത് എനിക്കറിയത്തില്ല. അത് കേസാണ്, അത് അയാളുടെ കാര്യമാണ്, അത് പെൺകുട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്, മാങ്കൂട്ടം നടത്തേണ്ട കാര്യമാണ്, അത് രാഷ്ട്രീയപരമായിട്ടും. പക്ഷെ ഇത് ലൈം ലൈറ്റ് നിർത്തുന്നതിന് ഏറ്റവും അവസാനം കോൺഗ്രസിനകത്ത് പലർക്ക് താല്പര്യമുള്ളപ്പോൾ കോൺഗ്രസിന്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും കേസുകൾ വരികയും പരാതിക്കാർ വരികയും ഒക്കെ ചെയ്യുമ്പം അതിനകത്ത് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യത്തിന് കൊടുത്തേക്കുക രാഹുലും. അപ്പോൾ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കത്തക്കെയുള്ള പണിയാ ഈ രാഹുൽ ഈശ്വറും ഈ പറയുന്ന രാഹുലിനെ സഹായിക്കാനെന്ന് പറയുന്ന കോൺഗ്രസിന്റെ വ്യക്താവ് കൂടെ നിൽക്കുന്ന സന്ദീപ് വാര്യർ നിൽക്കുന്നു. ഇപ്പൊ ഈ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കുതിട്ടിരുന്നു. ആ കുറിപ്പിനകത്ത് ഒരു വിവാഹ ചിത്രം കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു ഇതൊരു വിവാഹിതരാണെന്ന് എനിക്കറിയാം, ഇപ്പൊ രാഹുലിനെ സഹായിക്കാനെന്നുള്ള വ്യാജന. പക്ഷേ ഈ രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും ചെയ്യുന്നത് കോടതി വ്യവസ്ഥയുടെ ലംഘനമാണ്. ഈ പറയുന്നത് നമ്മളല്ല, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ്. അതായത് കോടതിയുടെ മുന്നിൽ കേസ് വരുമ്പോൾ അത് ബലാത്സംഗ കേസിലെ ഇരയുടേതെന്ന പേരിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നീക്കം ഇത് ഫിസിക്കൽ ആക്രമണത്തിന് സമാനമായി നടക്കുന്ന ഹീനമായ സൈബർ ആക്രമണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം പ്രതിയായ ഈ കേസിൽ ഈ പെൺകുട്ടിയാണ് പ്രതി എന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ കൃത്യമായ ചില സൂചനകൾ നൽകുന്നു. എന്റെ പൊന്ന് സിനുജി, ഇത് മൊത്തം പേര് ഈ പറയത്തില്ലേ അതിജീവിത എന്ന് പറയുന്ന ആളിന് ഈ പറയുന്ന സ്വാതന്ത്ര്യം കാര്യങ്ങളും അവരെ വെളിപ്പെടുത്തരുത് അല്ലെങ്കിൽ മുഖം കാണിക്കരുതെന്നൊക്കെ പറയുന്നില്ലേ. ഈ പെൺകുട്ടി ഇനി ലോകത്തറിയാൻ ആരുമില്ല.
ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ഒരു ഫോട്ടോ ഇട്ടു. ആവശ്യത്തിന് എല്ലാവരും നമുക്കറിയാലോ, അന്നേരം തന്നെ എടുത്തു നോക്കുന്നു. വേറെ 2-3 കൂട്ടരുണ്ട്, ആരാന്നറിയാൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിൻവലിച്ചു. ഇപ്പൊ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. എന്റെ അല്ല താണ്ട വേറൊരാളുടെ അതിനകത്തുനിന്ന് താണ്ട കണ്ടത്. അതായത് ഈ കുട്ടിയെ ഇനി ലോകത്തറിയാൻ ആരുമില്ല. എവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പേരറിയാം, ഭർത്താവിന്റെ പേരറിയാം, ഇപ്പൊ എവിടെ ഉണ്ടെന്ന് നിലവിൽ എല്ലാവർക്കും അറിയാം. പോലീസ് സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഇതിനകത്ത് ശ്രീജിത്ത് പെരുമല എന്ന് പറയുന്ന ആൾ പരാതി കൊടുത്തതനുസരിച്ചാണെങ്കിൽ യുവതി കൊടുത്ത പരാതിയിൽ മാങ്കൂട്ടത്തിന്റെ രക്ഷയില്ല ഇപ്പൊ സന്ദീപ് വാര്യരുടെ അകത്ത് പോകുന്ന അവസ്ഥയിലേക്ക് പോവാം. അപ്പൊ സന്ദീപ് വാര്യർക്ക് ഈ ജോലി പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഫിനിഷ് ചെയ്ത് നിന്നെ ഏൽപ്പിച്ചിരിക്കുക, കോൺഗ്രസിനകത്തെ സിസ്റ്റമാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുക, നീ ഇത് ഫിനിഷ് ചെയ്ത് കൈത്തരണം. അത് ആർക്കും അറിയാത്ത രീതിയിൽ സഹായിക്കുന്ന വ്യാജാന്യത ലൈവായിട്ട് നിർത്തിയിരിക്കണം. ഇനി ഇവന് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. അതിന് വേണ്ട പണിയൊക്കെ ചെയ്തോണം കോൺഗ്രസിന്. അതിനുശേഷം ഇവനെ ഫിനിഷ് ചെയ്ത് തന്നാൽ അവിടെ ഒരു സീറ്റ് വേണമല്ലോ, ആ സീറ്റ് ഇയാൾക്കുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ രീതിയിലേക്കുള്ള ഒരു പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യുവതിയുടെ പരാതിയുടെ പുറത്ത് അകത്ത് പോയാലും വേണ്ടൂല, എന്നാലും ഇദ്ദേഹം ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു MLA-ക്ക് വേണ്ടി നമ്മൾ പറയത്തില്ലേ ഈ മഹാത്മാഗാന്ധിയുടെ ഒരു പരിവേഷമൊക്കെ കിട്ടുമെന്നുള്ള അത് രീതിയിൽ. അപ്പം ഒരു കാരണവശാലും രാഹുൽ എന്ന് പറയുന്ന സാധനത്തെ ഇനിയും രണ്ടാമത് ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് നാളെക്കാലത്തെ ഒരു MLA ആയിട്ട്, അത് പാലക്കാട്ട് നിന്നും വരുന്നതിന് വേണ്ടി ഒരു സാധ്യതയും ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പണി വളരെ കൃത്യമായിട്ട് ചതിയൻ ചന്തുവിന്റെ പണി അറിയാമല്ലോ. അതായത് അപ്പൊ രാഹുൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട് അവിടെ ഇപ്പം ജയിച്ചു, ഇനി അവിടെ നിന്നാൽ വീണ്ടും അടുത്ത തവണ തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷ കിട്ടുമ്പോൾ മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി ഒരു പക്ഷേ കേസിൽ നിന്ന് മുക്തരായേക്കാം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത് എന്നെ സംബന്ധിച്ചുള്ള പ്രഖ്യാപിത സീറ്റാണെന്ന് സന്ദീപ് വാര്യർ മനസ്സിൽ കണക്ക് കൂട്ടുന്നു. അത് തന്നെയാണല്ലോ BJP-യുടെ ഒരു മീറ്റിങ്ങിൽ വേദിയിലിരുത്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെയും സീറ്റ് പ്രശ്നം, ഇവിടെയും സീറ്റ് പ്രശ്നം. പക്ഷേ സന്ദീപ് വാര്യരെ മുസ്ലിം ലീഗ് സഹായിക്കുമെന്നാണ് ഇന്നലെ വരെ നമ്മൾ കരുതിയത്. പക്ഷേ മുസ്ലിം ലീഗ് കൈയെടുത്തു. ആണ് ഇയാൾ കാണിക്കുന്നതിന്റെ മൊത്തം കസ്റ്റോഡിയൻ മുസ്ലിം ലീഗിന് ഒരു ഗുണമുണ്ട് സന്തോഷ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവര് ആവശ്യമില്ലാത്ത ക്ലെയിം ഒന്നും അവരുടെ പുറത്ത് വെച്ചാൽ കിട്ടുന്നത്. അവർക്ക് ഇമേജ് ക്രിയേറ്റ് അവര് ഞാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവര് ചില കാര്യത്തിനകത്ത് മാന്യമ പാർട്ടി അറിയത്തില്ല. അവരാവശ്യമില്ലാത്ത നാണം കെട്ട പഠിക്കുന്നില്ല. അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കും. അല്ലാതെ ആവശ്യമില്ലാത്ത നാണം കെട്ട പരിപാടിക്ക് അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലേ. ഇപ്പൊ തന്നെ കണ്ടോ ഈ സന്ദീപ് വാര്യർ ചെയ്യുന്ന പണി, ഇതുപോലെ കുരുക്കിന്റെ പുറത്ത് കുരുക്കിലേക്ക് പോകുന്നു. ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയത. മുരളീധരനില്ല, രമേശ് ഓരോ നേതാക്കന്മാർ പറയുമ്പോൾ KPCC പ്രസിഡന്റ് പള്ളി പറഞ്ഞു, ഓരോരുത്തരും ചെല്ലും പറയുമ്പോ എല്ലാരും തള്ളി, മാധ്യമങ്ങളിൽ കൂടെ അയാളെ തള്ളി പറയിച്ചുകൊണ്ടിരിക്കുക. ഇയാൾക്ക് ആരും സഹായമില്ല. അപ്പം അയാൾ എങ്ങനെയും പോയി, നീ എങ്ങനെയും പോയി രക്ഷപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജാമ്യം എടുത്ത് വീണ്ടും വന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ ജാമ്യം എടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ, അയാളുടെ ഐഡന്റിറ്റി ജാമ്യം കിട്ടിയല്ലോ, അയാൾക്ക് എന്നിട്ട് പറയാൻ പറ്റുമല്ലോ ഞാൻ ഇന്നതുപോലെ. അപ്പൊ അതിനൊരവസരം പോലും കൊടുക്കാതെ പൂർണ്ണമായിട്ടും ഒരു സാധ്യതയുമില്ലാതെ അടച്ചു കളയുന്നതിന് വേണ്ടി ആരോ ഏൽപ്പിച്ചിരിക്കുന്ന, ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇയാളെ ചില കാര്യങ്ങൾ കോൺഗ്രസിനകത്ത് വന്നപ്പോൾ ഏൽപ്പിച്ചല്ലോ, ഇയാൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് തിരിച്ചു പറഞ്ഞല്ലോ, അന്ന് അതിന്റെ പുറകിൽ ചില അച്ചാരമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ പണിയുടെ പുറകിലും ഈ ഇദ്ദേഹത്തിന്റെ അച്ചാരമുണ്ട്. അതായത് പെൺകുട്ടിയുടെ പരാതിക്ക് പുറത്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമാണോ ഈ സന്ദീപ് വാര്യരാണോ അകത്ത് പോകുന്നതിനുള്ള കാര്യത്തെപ്പറ്റി ഇപ്പം വേറെ ചിലർ ഇതിന്റെ പുറകിൽ നിൽപ്പുള്ളത് കൊണ്ട് നമുക്കറിയാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഓസിനകത്ത് പോകാനുള്ള ഒരു ചാൻസ് കൂടെ സന്ദീപ് വാര്യർക്ക് കിട്ടിയേക്കാം.